ഇന്ത്യൻ പ്രതിരോധ ശേഷിയുടെ കരുത്ത് ഭൂഗോളമെങ്ങും സംസാര വിഷയമാക്കിയേക്കാവുന്ന പുതിയ എയർ ടു സർഫസ് സ്റ്റാൻഡ് ഓഫ് ആയുധമായ ഭൗമി മിസൈലിന്റെ പരീക്ഷണത്തിനായി തയ്യാറെടുത്ത് രാജ്യം. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി കൂടുതൽ മാരകമാക്കാൻ ലക്ഷ്യമിട്ട് വികസിപ്പിച്ച എയർ ടു സർഫസ് സ്റ്റാൻഡ് ഓഫ് മിസൈൽ ഭൗമിയുടെ പരീക്ഷണങ്ങൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. നിലവിൽ ഗ്രൗണ്ട് ടെസ്റ്റുകൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അടുത്ത ഘട്ടമായി വ്യോമസേനയുടെ മുന്നണി പോരാളിയായ സുഖോയ് 30 MKI യുദ്ധവിമാനവുമായി മിസൈൽ സംയോജിപ്പിക്കുന്ന പരിശോധനകളാണ് നടക്കുക. ഈ ഇന്റഗ്രേഷൻ വിജയകരമായി പൂർത്തിയായാൽ യുദ്ധവിമാനത്തിൽ നിന്ന് നേരിട്ട് വിക്ഷേപിക്കുന്ന ലൈവ് ട്രയലുകളിലേക്ക് പദ്ധതി നീങ്ങും. ഇന്ത്യയുടെ ദീർഘദൂര ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഭൗമി നിർണായകമായൊരു മുന്നേറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഭൗമി എന്ന വാക്കിനർത്ഥം ഭൂമിയിൽ നിന്നുള്ളത് എന്നതാണ്. ഈ മിസൈൽ വികസിപ്പിച്ചിരിക്കുന്നത് രാജ്യത്തെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDOയാണ്. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രഹരപരിധിക്ക് പുറത്തുനിന്നു തന്നെ കൃത്യമായ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്താൻ കഴിയുന്ന ലോങ് റേഞ്ച് സ്റ്റാൻഡ് ഓഫ് ആയുധമാണിത്. ശത്രുക്കളുടെ കമാൻഡ് സെന്ററുകൾ, അതീവ സുരക്ഷയുള്ള ഭൂഗർഭ ബങ്കറുകൾ, പ്രധാന പാലങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ മിസൈൽ. ഏകദേശം 500 മുതൽ 1000 കിലോ വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഭൗമി വലിയ നാശനഷ്ടം വിതയ്ക്കാൻ കഴിയുന്ന ശക്തമായ ആയുധമായി കണക്കാക്കപ്പെടുന്നു. ഏകദേശം 100 മുതൽ 150 കിലോമീറ്റർ വരെയാണ് ഈ മിസൈലിന്റെ പ്രഹരപരിധി എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭാവിയിൽ ഈ പരിധി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളും പരിശോധിക്കപ്പെടുന്നുണ്ട്. ദീർഘദൂര ആക്രമണങ്ങളിൽ യുദ്ധവിമാനങ്ങൾക്ക് ശത്രുവിന്റെ പ്രതിരോധ മേഖലയിൽ കടക്കേണ്ട സാഹചര്യം കുറയ്ക്കുന്നതിനാൽ പൈലറ്റുമാരുടെ സുരക്ഷയും വർദ്ധിക്കും. ഇതോടൊപ്പം കപ്പൽ വിരുദ്ധ ആക്രമണങ്ങൾക്കും തീരദേശ സംരക്ഷണത്തിനുമായി ഭൗമിയുടെ നാവിക പതിപ്പ് വികസിപ്പിക്കാനുള്ള സാധ്യതയും പ്രതിരോധ തലങ്ങളിൽ ചർച്ചയിലാണ്. ഭൗമി മിസൈലിന്റെ പ്രധാന ശക്തി അതിന്റെ അത്യാധുനിക ഗൈഡൻസ് സംവിധാനങ്ങളാണ്. GPS-ഉം ഇൻസെർഷ്യൽ നാവിഗേഷനും സംയോജിപ്പിച്ചുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ ലക്ഷ്യസ്ഥാനത്ത് അത്യന്തം കൃത്യതയോടെ പ്രഹരമേൽപ്പിക്കാൻ ഇതിനാകും. ഫയർ ആൻഡ് ഫോർഗറ്റ് വിഭാഗത്തിൽപ്പെടുന്ന മിസൈലായതിനാൽ വിക്ഷേപണത്തിന് ശേഷം വിമാനത്തിൽ നിന്ന് അധിക നിയന്ത്രണം ആവശ്യമില്ല. സ്വയം ലക്ഷ്യം കണ്ടെത്തി നശിപ്പിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതിനാൽ തന്നെ യുദ്ധ സാഹചര്യങ്ങളിൽ ഈ മിസൈൽ വേഗതയിലും കാര്യക്ഷമതയിലും മുന്നിട്ട് നിൽക്കും. മിസൈലിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിനായി സുഖോയ് 30 MKI വിമാനങ്ങളിലെ മിഷൻ കമ്പ്യൂട്ടറുകളിലും ഡിസ്പ്ലേ പ്രോസസറുകളിലും ആവശ്യമായ സോഫ്റ്റ്വെയർ പുതുക്കലുകൾ നടന്നുവരികയാണ്. വ്യോമസേനയുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. ആദ്യഘട്ടത്തിൽ സുഖോയ് വിമാനങ്ങളിലാണ് ഈ മിസൈൽ സംയോജിപ്പിക്കുക. എന്നാൽ ഉയർന്ന ഭാരമുള്ള പോർമുന വഹിക്കുന്നതിനാൽ ഭാവിയിൽ കൂടുതൽ കരുത്തും ശേഷിയുള്ള മറ്റ് യുദ്ധവിമാനങ്ങളിലേക്കും ഭൗമിയെ വിനിയോഗപ്പെടുത്താനും പദ്ധതിയുണ്ട്. സാങ്കേതിക മികവും കൃത്യതയും സംയോജിപ്പിച്ച ഭൗമി ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ പുതിയ അധ്യായം തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശത്രുക്കളുടെ അതീവ സുരക്ഷിത കേന്ദ്രങ്ങളെ പോലും ദൂരത്തിൽ നിന്ന് കൃത്യതയോടെ ലക്ഷ്യമിടാനുള്ള ഈ മിസൈലിന്റെ ശേഷി രാജ്യത്തിന്റെ തന്ത്രപരമായ മുൻതൂക്കം കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.